സംഘടനയല്ല SFI. അതിന്റെ വലിയ പ്രഖ്യാപനമായിരുന്നു ആ ദിവസം നടക്കുന്നല കണ്ടത്. എങ്ങനെയാ സോനം വാങ്ചുക്കിനെ അവിടെ നിന്ന് സമരത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകുമ്പോ സെക്കൻഡുകൾക്കപ്പുറം മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഒരു പ്രഖ്യാപനം നടത്തുന്നു. ആ സമര കേന്ദ്രത്തിനകത്ത് ഏത് വിദ്യാർത്ഥി സംഘടനയാ? സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ SFI ആയിരുന്നു. എന്തായിരുന്നു പ്രഖ്യാപനം? ഇവിടെ ഇത്ര ദിവസം നടത്തിയിരുന്ന നിരാകരണ സമരം ആര് തുടങ്ങി മുന്നോട്ട് പോകും? SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് ആദർശം സജി അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ആ നിരാകരണ സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പ്രഖ്യാപിച്ച് ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോയേ. ആ സമരത്തെയാണ് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഭരണകൂടം വലിയ തരത്തിലുള്ള ആക്രമണം അഴിച്ചുവിടുന്നതായുണ്ടായത്. ആ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ കേരളത്തിനകത്ത് ഈ രാജ്യത്തെമ്പാടും വലിയ സമരങ്ങൾക്ക് പ്രതിഷേധങ്ങൾക്ക് അലയടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ അലയടിക്കുന്ന ഘട്ടത്തിൽ, അങ്ങനെ പ്രതിഷേധങ്ങൾ മൂച്ചേറുന്ന ഘട്ടത്തിൽ ഈ കേരളത്തിനകത്ത് ഈ രാജ്യത്തിനകത്ത് ചില വലതുപക്ഷ അരാഷ്ട്രീയ ബുദ്ധിജീവികൾ പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ സമരം ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങൾ സമരം ചെയ്യുന്നത്? സമരം ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാൻ എന്ന് ചോദിച്ച അരാഷ്ട്രീയ ബുദ്ധിജീവികൾക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ കൊള്ളുന്ന തണലെല്ലാം മറ്റൊരു മനുഷ്യന്റെ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അവർ നടത്തിയ സമര പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഓരോ തണലും എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്.